മലയാളികൾക്ക് ഒരിക്കൽ കൂടി ഒരു വേദന കൂടി. നിരവധി മരണങ്ങളാണ് അടുപ്പിച്ച് മലയാളികളെ അഭിമുഖീകരിച്ചത്. ജിഷ്ണു രാഘവനും ഇന്ന് രാവിലെ നമ്മെ വിട്ടു പിരിഞ്ഞു. തീർച്ചയായും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് കൂടി ചേരുന്നു. ഉമേഷ് എവിടെയാണുള്ളത്? ആശുപത്രിയിൽ തന്നെയാണോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ജിംഷാദ് ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ജിഷ്ണുവിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8:15 ജിഷ്ണുവിന്റെ അന്ത്യം സംഭവിച്ചത്. ഈ സമയത്ത് അച്ഛൻ രാഘവൻ ഉൾപ്പെടെയുള്ളവർ ജിഷ്ണുവിന്റെ സമീപത്ത് ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും ഉള്ളത്. ഇവിടെ തന്നെ ആയിരിക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു പൊതുദർശനം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന വിവരമാണുള്ളത്. 3 മണിക്ക് കൊച്ചിയിൽ തന്നെ സംസ്കാരം നടക്കും എന്ന വിവരം തന്നെയാണ് ഉള്ളത്. മറ്റ് പൊതുദർശനം വേണ്ട എന്നാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ഇപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് പുറമെ ചലച്ചിത്ര ലോകത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ ജിഷ്ണുവിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നടൻ മമ്മൂട്ടി, ജയറാം, ജഗദീഷ്, സംവിധായകരായ കമൽ, രഞ്ജിത്ത് തുടങ്ങി ചലച്ചിത്ര മേഖലയിലുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലെത്തി ജിഷ്ണുവിന് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ 8:15 ജിഷ്ണുവിന്റെ അന്ത്യം സംഭവിച്ചത്. മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. മറ്റു പൊതുദർശനം ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെയാണ് ഉമേഷ്. ഒരുപക്ഷെ ആദ്യം ആയി അദ്ദേഹത്തിന് ക്യാൻസർ വിവരം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുന്നത്. വളരെ ഞെട്ടൽ മലയാളിക്കുണ്ടാക്കി. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മോചിതനായി എന്ന സന്തോഷവും പിന്നീട് വന്നു. പിന്നീട് വീണ്ടും അദ്ദേഹത്തെ ക്യാൻസർ ബാധ പിടികൂടുകയായിരുന്നു. ഒടുവിൽ ഏറ്റവും പുതിയതായി നവമാധ്യമങ്ങളിലെത്തിയത് അദ്ദേഹത്തിൻ്റെ തന്നെ പോസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ചിരിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ചിന്തകളെക്കുറിച്ച്, ഡോക്ടർമാരോട് ഏത് വേദനയിലും ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നവമാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാരടക്കം നൽകുമ്പോൾ ഉമേഷ്. തീർച്ചയായും വളരെ ഞെട്ടലോടെ തന്നെയാണ് ജിഷ്ണുവിന്റെ മരണവാർത്ത ചലച്ചിത്ര ലോകവും സാധാരണക്കാരും ശ്രവിച്ചത്. അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നത് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. പ്രത്യേകിച്ച് ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇതേ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു. ജിഷ്ണു തന്നെ തരത്തിലുള്ള പല പോസ്റ്റുകളും ജിഷ്ണു തന്നെ എഴുതിയിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ICUവിലാണെന്ന വിവരം ജിഷ്ണു തന്നെ ജനങ്ങളെ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ വരെ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. 35 വയസ്സ് മാത്രം പ്രായമാണ് ജിഷ്ണുവിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഞെട്ടലോടെ തന്നെയാണ് ചലച്ചിത്ര ലോകവും എല്ലാവരും തന്നെ ഈ മരണ വാർത്ത കേട്ടത്. അപ്രതീക്ഷിതമായിരുന്നു തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ള നിരവധി പേരാണ് ഇപ്പോൾ ഈ വർഷം മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിന് ജിഷ്ണു കൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അസുഖം പല സമയങ്ങളിലായി ഇത്തരത്തിൽ ആദ്യം ആശുപത്രിയിലാകും, പിന്നീട് അത് അസുഖം ഭേദപ്പെടുകയും ചെയ്ത് വീണ്ടും സിനിമയിലെത്തുകയും ഇത്തരത്തിൽ അസുഖത്തിന്റെ അവസ്ഥ ഇങ്ങനെ ഏറെയും കുറഞ്ഞും ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ജിഷ്ണുവിന്റെ ആരോഗ്യാവസ്ഥ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 8:15 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. മറ്റു പൊതുദർശനങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. വൈകിട്ട് 3 മണിയോടെ സംസ്കാരം നടക്കും എന്ന വിവരം തന്നെയാണുള്ളത്. അതും കൊച്ചിയിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. മരിക്കുന്ന സമയത്ത് അച്ഛൻ രാഘവനെ കൂടാതെ ഏതൊക്കെ ബന്ധുക്കളായിരുന്നു അടുത്തുണ്ടായിരുന്നത് ഉമേഷ്? അച്ഛൻ രാഘവൻ അടുത്ത് ഉണ്ടായിരുന്നു തന്നെയാണ് അറിയുന്നത്. ജിഷ്ണുവിന്റെ ഭാര്യയും ആശുപത്രിയിലേക്ക് ഉണ്ട് എന്ന വിവരം ഉണ്ട്. ഇത്തരത്തിൽ വളരെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. നടൻ മമ്മൂട്ടി, ജഗദീഷ്, ജയറാം, സംവിധായകരായ കമൽ, രഞ്ജിത്ത് തുടങ്ങിയവരെല്ലാവരും തന്നെ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. 3 മണിയോടെ തന്നെ ജിഷ്ണുവിന്റെ സംസ്കാരം ഉണ്ടാകുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ആശുപത്രിക്കകത്ത് തന്നെയാണ് ഇപ്പോഴും. ആശുപത്രിക്കകത്ത് ചെറിയൊരു ഹാളിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വച്ചിരിക്കുന്നത്.